മാത്സ്യൂളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് മാത്സ്യൂൾ മുമ്പ് പരിചയപ്പെടുത്തിയ ഒരു വിഷയം തന്നെയാണ്. അത് വേറൊന്നുമല്ല, LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. മലയാളത്തിൽ പറഞ്ഞാൽ ലാസാഗു, ലഘുതമ സാധാരണ ഗുണിതം. ഇതും ആയി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ചോദ്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. 5 ചോദ്യങ്ങളാണ് ഇപ്പോൾ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. LCM എങ്ങനെ വളരെ വേഗത്തിൽ കണ്ടുപിടിക്കാം എന്നതിന്റെ വീഡിയോ ഉണ്ട്. LCMുമായി ബന്ധപ്പെട്ടിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് വന്ന ചോദ്യങ്ങളും മാത്സ്യൂൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കൂടുതൽ ചോദ്യങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം ഏറ്റവും ചെറിയ ഒരു ചോദ്യം എഴുതുക. 3, 8, 12. ഇത് ഇംഗ്ലീഷിലാണെങ്കിൽ ഞാൻ മലയാളത്തിൽ ഞാൻ പറഞ്ഞു തരും. 3, 8, 12 ഈ നമ്പറുകളുടെ LCM എത്രയാണ്, ലസാഗു എത്രയാണ്? അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. 3, 8, 12 എന്ന് ചെയ്താല് നിങ്ങൾ എന്ത് ചെയ്യും? 2 കൊണ്ട് ആദ്യം ചെയ്യും. 3, 4, 6 എന്നെഴുതും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ എത്ര 2 സ്ഥലത്തും 3 ഉണ്ടല്ലെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3, 2, 3 എന്നെഴുതും. വീണ്ടും നിങ്ങൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യും. 3, 1, 3 എന്നെഴുതും. പിന്നെ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 1, 1, 1 എന്നെഴുതും. അതിനുശേഷം LCM ചെയ്യുന്നത് 2, 2, 2, 3 പിന്നെ 1 ഇവയെല്ലാം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. ഈ താഴോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്നത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3. പിന്നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, അതേ നമ്പർ തന്നെയാണ് വരിക. 2, 2, 4, 2, 8, 3 നമുക്ക് കിട്ടും 24. ഇതിന്റെ LCM കിട്ടും 24. ഇത് സ്കൂളിലത്തെ രീതിയാണ്. മറ്റൊരു രീതി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയും മാത്സ്യൂൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് എത്രയാണ്? 24 എന്ന ആൻസർ വരും. എളുപ്പത്തിൽ പരിചയപ്പെടുത്ത രീതി നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. എങ്കിലും ഞാൻ പറയുകയാണ്, LCM എന്ന് പറയുന്നത് തന്നിട്ടുള്ള നമ്പറിലെ ഏറ്റവും വലിയ നമ്പറോ അതിന്റെ മൾട്ടിപ്പിളോ ആയിരിക്കും LCM വരിക. അപ്പൊ 3, 8, 12 12 LCM ആണോ നോക്കുക. അപ്പൊ എങ്ങനെ നോക്കുക? 12 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് 3ന്റെ ആവശ്യം നമുക്ക് അവിടെ ഇല്ല, 3 അതിൽ പോയി. പിന്നെ നമ്മൾ നോക്കേണ്ടത് 12 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാവില്ല. അപ്പൊ 12 ഡബിൾ എടുത്ത് നോക്കും, അത് 24 എന്ന് കിട്ടും. 24 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ തന്നെ അവിടെ LCM ആയി കഴിഞ്ഞു. ഇതാണ് എളുപ്പ വഴി. ഓക്കെ, ഇത് നമ്മൾ സാധാരണ സ്കൂളിൽ കാണുന്ന വഴിയാണ്. ഏതെങ്കിലും ഒരു വഴിയിൽ കുട്ടികൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ LCM കിട്ടിക്കഴിഞ്ഞ് 24. പക്ഷെ പരീക്ഷയ്ക്ക് ഒരിക്കലും മിക്കവാറും ഇന്ന നമ്പറുകളുടെ LCM കാണുക എന്ന് ചോദിക്കാൻ സാധ്യതയില്ല. ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് വ്യത്യസ്തതയോടുകൂടിയിട്ടുള്ള ചോദ്യങ്ങൾ ആയിരിക്കും. ഓക്കെ, നോക്കുക. 4, 6, 10 ഇവയുടെ LCM നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നമ്പറിന്റെ മാത്രമേ അങ്ങനെ എഴുതിയിട്ട് കണ്ടുപിടിക്കാൻ അറിയുള്ളൂ. 4, 6, 10 അറിയില്ല. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇതിന്റെയൊക്കെ ഇരട്ടി എടുക്കും, ഡബിൾ എടുക്കും. ഇതിന്റെ ഡബിൾ എന്താണ് വരിക? 4യുടെ ഡബിൾ എത്ര വരും? 9 ആയിരിക്കും. അതേപോലെ 6ന്റെ ഡബിൾ ഇരട്ടി 12 ആയിരിക്കും. 10യുടെ ഇരട്ടി 21 ആയിരിക്കും. അപ്പൊ നമുക്ക് പുതിയ നമ്പർ കിട്ടും 9, 12, 21. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെ നമ്പർ ആക്കിയാൽ മാത്രമേ നമുക്ക് LCM കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഒക്കെ ഡബിൾ ആക്കി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നോക്കാം. LCM കണ്ടുപിടിക്കുമ്പോ 9, 12, 21 ഉണ്ട്. അപ്പൊ നിങ്ങൾ 2 കൊണ്ട് തന്നെ തുടങ്ങുന്ന നിർബന്ധമൊന്നുമില്ല. നോക്കി, ഞാൻ 3 കൊണ്ട് തുടങ്ങുകയാണ്. തെറ്റൊന്നുമല്ല. 3നെ കൊണ്ട് വെച്ചാൽ 3 നമുക്ക് കിട്ടും. ഇവിടെ 4 കിട്ടും. ഇവിടെ നമുക്ക് എത്ര കിട്ടും? 7 കിട്ടും. നോക്ക്, 3ഉം 7ഉം ഒറ്റ നമ്പറാണ്. പിന്നെ 4 ഇവിടെ ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് LCM കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേമാതിരി ചെയ്ത് പോവാം. ചെയ്ത് പോയാലും നിങ്ങൾക്ക് ആൻസർ കിട്ടുക എന്തായിരിക്കും? 3 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 7 വരുന്നതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. അപ്പൊ 3, 9, 9, 4, 36. അപ്പൊ 36 നിങ്ങൾ 7 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 210, 42, 252 കിട്ടും നിങ്ങൾക്ക് ഈ നമ്പറിന്റെ LCM. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ഹരിച്ച് ഡിവൈഡ് ചെയ്ത് പോയാലും കിട്ടുന്ന ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, 252 കിട്ടും. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിന്റെ LCM 212 ഒരിക്കലും വരില്ല. കാരണം ഇതിന്റെ LCM ആണ് 252. അപ്പോൾ ഇതിന്റെ ഡബിൾ ആക്കിയ നമ്പർ ആണല്ലോ ഇത്.
ഓക്കെ, അപ്പൊ അതിന്റെ എൽ സി ആണ് ഇത്. അപ്പൊ അതിന്റെ എൽ സി എം എന്ന് പറയുന്നത് ഈ കിട്ടിയ എൽ സി എത്തിന്റെ നേരെ പകുതി എടുത്താൽ മതി. അപ്പൊ 252ന്റെ പകുതി എത്രയാണ് വരിക? നമുക്ക് കിട്ടും 126. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 126. എൽ സി എം എന്ന് പറഞ്ഞാല് ഈ 126നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 126നെ 4 കൊണ്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 126നെ 10 കൊണ്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ മനസ്സിലായല്ലോ ഈ ഫ്രാക്ഷൻ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായല്ലോ. ഓക്കെ ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ വേറൊരു ചോദ്യം കൂടെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, നമ്പറുകൾ ഇങ്ങനെ വന്നു വിചാരിച്ചോ. 3 സ്ക്വയർ ഇൻറ്റു 2 ക്യൂബ്, 3⁴ ഇൻറ്റു 2 സ്ക്വയർ, 3 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ് ഇങ്ങനെ വന്നു എന്ന് വിചാരിച്ചോ. ഈ നമ്പറിന്റെ എല്ലാം എൽ സി എം എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ, അതായത് ഞാൻ പറയുന്നു സംഖ്യകളെ കൃതികളുടെ രൂപത്തിൽ ഗുണിച്ച് എഴുതുകയാണെങ്കിൽ അതിന്റെ എൽ സി എം എങ്ങനെ കാണാൻ പറ്റും? അതായത് ഇത് ഫുള്ള് ഒരു നമ്പർ, ഇത് ഫുള്ള് ഒരു നമ്പർ, ഇത് ഫുള്ള് ഒരു നമ്പർ, അങ്ങനെയാണ് വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ എൽ സി എം എങ്ങനെ കാണാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? മാത്തമാറ്റിക്സിൽ ഒരു പ്രോബ്ലം ഒരു പുതിയ രൂപത്തിൽ വരുമ്പോ പരിചയമില്ലാത്ത പ്രോബ്ലം ആണെങ്കിൽ പലർക്കും പ്രയാസം വരും. ആ മോഡലിനെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയമില്ലാത്ത മോഡലായിരിക്കും. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ എൽ സി എം എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം 3ന്റെ പവർ നോക്കുക. 3ന്റെ പവറിന് ഇവിടെ എത്രയുണ്ട്? 2 ഉണ്ട്. ഇവിടെ എത്രയുണ്ട്? 4 ഉണ്ട്. ഇവിടെ എത്രയുണ്ട്? 3 ഉണ്ട്. അതായത് 2 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട്. ആര്? പവർ. അപ്പോ അതിനകത്ത് ഏറ്റവും വലിയ പവറിനെ എടുക്കുക. ഏറ്റവും വലിയ പവർ ലാർജ് വരുന്ന പവർ ഏതാണ് വരിക? ഏറ്റവും ലാർജസ്റ്റ് പവർ ഏതാണ് വരിക? ലാർജസ്റ്റ് പവർ വരല് 4 വരിക. ഓക്കെ, 4. അപ്പൊ ഈ 3 വരുന്നതിന്റെ ആൻസർ എത്രയാന്ന് വെച്ചാല് 3⁴ ആയിരിക്കും അതിൽ വരിക. ഇനി 2നെ നോക്കുക, ഞാൻ മനസ്സിലാക്കി തരാം, ലാസ്റ്റിൽ മനസ്സിലാക്കി തരാം. 2ന്റെ പവർ നോക്കുക. ഇവിടെ എത്ര വരിക? 3. ഇവിടെ വരുന്നത് 2, ഇവിടെ വരുന്നത് 3. അപ്പോ ഈ പവറാണ്. ഈ പവറിലെ ലാർജസ്റ്റ് വലിയ പവർ ഏതാണ്? വലിയ പവർ, വലിയ കൃതി ഏതാണ് വരിക? ഈ 3, 2, 3 ഏറ്റവും വലുത് വരുന്നത് 3 ആണ് വരുന്നത്. അപ്പോ ഇതിന്റെ നമ്പർ എഴുതുമ്പോൾ എഴുതേണ്ടത് 2 ക്യൂബ് എന്നാണ് എഴുതേണ്ടത്. 2 ക്യൂബ്. അപ്പൊ നമുക്ക് ആൻസർ ആയി കഴിഞ്ഞു. ഇതിന്റെ എൽ സി എം എന്ന് പറയുന്നത് 3⁴ എഴുതാം. 3⁴ ഇൻറ്റു 2 ക്യൂബാണ് എൽ സി എം വരിക. എൽ സി എം 3⁴ ഇൻറ്റു 2 ക്യൂബ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഇങ്ങനെ കൃതികളുടെ രൂപത്തിൽ, പവറിന്റെ രൂപത്തിൽ നമ്പർ വന്നാല് എൽ സി എം കണ്ടുപിടിക്കാൻ നമ്മൾ ആ എഴുതുന്നത് പോലെ ഒന്നും എഴുതേണ്ട ആവശ്യം ഇല്ല. മറിച്ച് ഓരോന്നിലും വരുന്ന ഏതെല്ലാം നമ്പർ ഉണ്ടോ? അവിടെ 3 ഉണ്ട്, 2 ഉണ്ട്. ഇനി 5 ഉണ്ടായാൽ 5ന്റെ നോക്കിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ 3 ഉണ്ട്, ഇവിടെ 3 2 3 4 3 3. അപ്പൊ എത്ര വരും? ഏറ്റവും വലിയ പവർ 3 4 അല്ലേ? അപ്പൊ നമുക്ക് കിട്ടും 3 4 ഇൻറ്റു 2ന്റെ പവർ ഇവിടെ 3 ആണ്, 2ന്റെ പവർ 2 ആണ്, 2ന്റെ പവർ 3 ആണ്. 2ന്റെ ഏറ്റവും വലിയ പവർ എത്ര? 2 ക്യൂബ്. ഇതാണ് എൽ സി എം. ഇപ്പൊ മനസ്സിലായല്ലോ. ഓരോന്നിലും വരുന്നതിനത്തെ ഏറ്റവും വലിയ ഓരോ നമ്പറിന്റെയും പവർ, ഏറ്റവും വലിയ പവർ എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താല് കൃതികളുടെ രൂപത്തിൽ വരുമ്പോൾ എൽ സി എം ആയി. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്ക്. വിച്ച് ഈസ് ദ ലീസ്റ്റ് നമ്പർ that leaves remainder 1 when dividing by 3, 8, 12. മലയാളത്തിൽ പറഞ്ഞാല് 3, 8, 12 കൊണ്ട് ഒരു സംഖ്യയെ ഏറ്റവും ചെറിയ ഏത് സംഖ്യയെ ഹരിക്കുമ്പോൾ അതിന്റെ ശിഷ്ടം 1 വരും. അതായത് 3, 8, 12 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ഏറ്റവും ചെറിയ നമ്പർ ഏത് എന്നുള്ളതാണ്. മലയാളം കുട്ടികളെ ആ ചോദ്യം ഒന്ന് എഴുതി വെക്കുക. ഏറ്റവും ചെറിയ നമ്പർ ഏത് എന്നുള്ളതാണ്. ഇങ്ങനെ വരുമ്പോ കുട്ടികൾ അറിയണം, ഈ ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് അതിന്റെ എൽ സി എം കണ്ടുപിടിക്കുന്നതിനാണ് ശ്രമിക്കേണ്ടത്. ഏറ്റവും ചെറിയ നമ്പർ കണ്ടുപിടിക്കുക എന്ന അർത്ഥം അതിന്റെ എൽ സി എം കണ്ടുപിടിക്കുക. അപ്പൊ നമ്മളിവിടെ കണ്ടുപിടിക്കുന്ന ആരുടെ എൽ സി എം? 3, 8, 12ന്റെ എൽ സി എം. അപ്പൊ എൽ സി എം
3, 8, 12. ഈ 3, 8, 12 LCM നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എത്ര LCM നേരത്തെ കിട്ടിയത്? നമുക്ക് LCM കിട്ടിയത് 24. വേറെ ഒരു നമ്പറാണ്, നിങ്ങൾ ഇതേമാതിരി ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുക, LCM കണ്ടുപിടിക്കുക. ഓക്കെ, LCM കണ്ടുപിടിക്കേണ്ട 3-4 വീഡിയോ ഉണ്ട്. ഓക്കെ, ഞാൻ അതിന്റെ ലിങ്ക് ഇടാം. അപ്പൊ LCM ഇവിടെ കിട്ടിയത് 24. പ്രിയപ്പെട്ട കുട്ടികളെ ഒന്നറിയാം, 3, 8, 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ നമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ വരില്ല 24. ഓക്കെ, വിച്ച് ഈസ് ദ ലീസ്റ്റ് നമ്പർ that is divided by 3, 8, 12. Exactly divided by 3, 8, 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടല് 24. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ലീവ്സ് ദ റിമൈൻഡർ 1. 1 എന്നുള്ളത് റിമൈൻഡർ കിട്ടുന്നു. അപ്പൊ ആ നമ്പർ ഏതാണെന്നറിയോ? ഈ LCMത്തിന്റെ കൂടെ ആ റിമൈൻഡറും കൂടെ കൂട്ടണം. LCM പ്ലസ് റിമൈൻഡർ എന്ന. അപ്പൊ റിമൈൻഡർ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു റിമൈൻഡർ തന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പൊ ആ ലീസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് കുറിച്ച് നോക്കണേ. ലീസ്റ്റ് നമ്പർ മലയാളത്തിൽ എഴുതിയാല് ഏറ്റവും ചെറിയ സംഖ്യ. അതെത്ര വരിക? 24 1 കൂട്ടുക. 1 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ. അപ്പൊ ആൻസർ എത്ര കിട്ടും? 25. ഡൗട്ട് ഒന്നും വേണ്ട. 25നെ നിങ്ങൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 25നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 8, 3, 24. റിമൈൻഡർ 1 കിട്ടും. 25നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നിങ്ങൾക്ക് അതേമാതിരി 324 റിമൈൻഡർ 1 കിട്ടും. 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? അപ്പൊ ലീസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ അർത്ഥം LCM പ്ലസ് 1 ആണ് എന്ന് ഓർമ്മിക്കണം. ഓക്കെ, ശരി. ഇനി ഇത് ഒരു അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് ഉണ്ടായിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്. എന്താണ് ആ ചോദ്യം? നിങ്ങൾ നോക്കൂ. ഓക്കെ, യെസ്, റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. The least number leaves remainder 1, 3, 5 when dividing by 9, 11, 3 respectively. ഏതാണ് ലീസ്റ്റ് നമ്പർ? Which is the least number leaves remainder 1, 3, 5. 1, 3, 5 റിമൈൻഡർ ആണ്. ശ്രദ്ധിക്ക, ഇത് എക്സാമിന് വന്നതാണ്, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലും വരുന്നതുമാണ്. ഡിവൈഡിങ് ബൈ ഏതുമായിട്ട് 9, 11, 3 ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് ആ നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്നു. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടുന്നു എന്ന് മനസ്സിലായില്ലേ? 9 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം കിട്ടുന്നു. 11 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം കിട്ടുന്നു. 13 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം കിട്ടുന്നു. എങ്കിൽ ആ ഏറ്റവും ചെറിയ നമ്പർ ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഉള്ള ശ്രദ്ധിക്കേണ്ട കാര്യം, ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞതിൽ ഒരു റിമൈൻഡർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, ഒറ്റ റിമൈൻഡർ. 3 നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന, പക്ഷെ ഒറ്റ റിമൈൻഡർ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ 3 നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, 3 ഡിഫറെന്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ഡിഫറെന്റ് റിമൈൻഡേഴ്സ് വരുന്നു. അതായത് 3 വ്യത്യസ്ത സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 3 വ്യത്യസ്ത ശിഷ്ടങ്ങൾ വരുന്നു. അപ്പോഴെങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള ചോദ്യം ചെയ്യാൻ കഴിയണമെങ്കിൽ നോക്ക്, ഈ 9 അല്ലേ ഡിവൈഡ് ചെയ്യുന്നത്? നോക്കേക്കോ, വളരെ രസകരമായ ഒരു കാര്യം കാണാം നിങ്ങൾക്ക്. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ എന്താ സംഭവിക്കുക? റിമൈൻഡർ എത്രയാണ് കിട്ടുന്നത്? 1. പിന്നെ നിങ്ങൾ നോക്കിക്കോ, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ എത്ര കിട്ടുന്നു? 3 ശിഷ്ടം കിട്ടുന്നു. പിന്നെ നിങ്ങൾ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം എത്ര കിട്ടുന്നു? 5 കിട്ടുന്നു. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ 9 1 കുറച്ചാൽ കിട്ടുന്നത് എത്ര? 8. 11 3 കുറച്ചാൽ കിട്ടുന്നത് എത്ര? 8. 13 5 കുറച്ചാൽ കിട്ടുന്നത് എത്ര? 8. അങ്ങനെ ആകുമ്പോഴുള്ള പ്രത്യേകത, ഈ ഹരിക്കുന്ന സംഖ്യയും അവയുടെ ശിഷ്ടങ്ങളും തമ്മിലുള്ള വ്യത്യാസം എല്ലായിടത്തും ഒരുപോലെയായിരിക്കും. ഒരുപോലെയാണെങ്കിൽ മാത്രമേ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ ഈ ഡിഫറൻസ് ഒരേപോലെ ആയിരിക്കും. അപ്പോഴെന്താണ് ചെയ്യേണ്ടത് അറിയോ? സിമ്പിൾ ആണ്. നിങ്ങൾ ഈ 9, 11, 13ന്റെ LCM കണ്ടുപിടിക്കുക. 9, 11, 13ന്റെ ശ്രദ്ധിക്കുക. 9, 11, 13 നോക്കുക. ഇത് 11 ഒരു പ്രൈം നമ്പർ, അഭാജ്യ സംഖ്യയാണ്. 13 ഒരു അഭാജ്യ സംഖ്യയാണ്.
പിന്നെ 9 മാത്രമേ വേറൊന്നുള്ളൂ. അപ്പൊ LCM എന്ന് പറഞ്ഞാൽ ഈ 3 നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും, ഈ 3 നമ്പറും കൂടി ഗുണിക്കുന്നതായിരിക്കും. അപ്പൊ 3 നമ്പർ ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടാൻ നോക്കിയേ, 9നെ 11 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് നോക്കിയേ 9, 11, 13 ആയിരിക്കും അതിന്റെ LCM, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാല് ലസാഗു. അപ്പൊ 9, 11 നമുക്ക് എത്ര കിട്ടും, 99 കിട്ടും. 99നെ നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണം, 13 കൊണ്ട് ഗുണിക്കണം. 13നെ 99 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി ഉണ്ട്. ആ എളുപ്പ വഴി എന്താ, 13ന്റെ തൊട്ട് താഴെയുള്ള സംഖ്യ എഴുതുക 12. ഓക്കെ, പിന്നെ 9ൽ നിന്ന് 1 കുറക്കുക, അപ്പൊ എത്ര കിട്ടും, 8. ഈ 9ന് 2 കുറക്കുക, അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും 7. അപ്പൊ നമ്പർ 1287 ആയിരിക്കും. ഇനി അങ്ങനെ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 99നെ ആ ട്രിക്ക് അറിയില്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതൊക്കെ മാത്സ്യൂളിന്റെ വീഡിയോയിലുണ്ട്. 99ന്റെ ഗുണിക്കം എങ്ങനെ ചെയ്യാൻ പറ്റും, 9ന്റെ ചെയ്യാൻ പറ്റും എന്നൊക്കെ. 3 9 27, ബാക്കി 2, 3 9 27 2 29, ഒരു 99 നമുക്ക് കിട്ടും 99. 7 9 18, 1 9 10 2 12. കറക്റ്റ് അല്ലേ? 1287 ആണ് അതിന്റെ LCM വരിക. ഏതിന്റെ LCM വരിക, ഇതിന്റെ LCM കിട്ടുന്നത് എത്ര, 1287. അപ്പോ ലീസ്റ്റ് നമ്പർ, നമുക്ക് ലീസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രദ്ധിക്കുക, ലീസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1287 നിന്ന് ഈ 8 കുറക്കണം. ആ 8 എന്ന് പറയുന്നത് ഏതാണെന്നറിയോ, 1279. ഞാൻ പറഞ്ഞുതരാം. ആ 8 എന്ന് പറയുന്നത് ഈ ഹരിക്കുന്ന സംഖ്യയും ശിഷ്ടവും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ 8. ശ്രദ്ധിച്ചില്ലേ? ഞാനവിടെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 8 ഈ 8നെയാണ് അവിടുന്ന് കുറക്കുന്നത്. ശ്രദ്ധിക്കണം. തൊട്ട് മുമ്പിലുള്ള കണക്കില് മാത്തമാറ്റിക്സ് ഓരോന്നും വ്യത്യസ്ത രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ശരിയായി ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, നേരത്തെയുള്ള പ്രോബ്ലത്തിൽ എന്താ പ്രശ്നം, റിമൈൻഡർ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, LCM കണ്ടിട്ട് റിമൈൻഡർ കൂട്ടുകയാണ് ചെയ്തത് ലീസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ. ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ എന്താ പ്രശ്നം, ഇവിടെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ. അപ്പോഴെന്താ ചെയ്യേണ്ടത്, റിമൈൻഡറും അതും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചിട്ട്, ഓക്കെ, ഡിവൈഡ് ചെയ്യുന്ന നമ്പറും റിമൈൻഡറും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചിട്ട് ഈ തന്നിരിക്കുന്ന സംഖ്യകളുടെ LCM കണ്ടിട്ട് ആ വ്യത്യാസം ഇതിൽ നിന്ന് കുറക്കണം. അപ്പൊ 1279 കിട്ടും. അപ്പൊ നിങ്ങൾ 1000 നോക്കിക്കോ, 1279നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഒരു 9 9, ബാക്കി 3, 37 4 9 36, ശിഷ്ടം 7 1 19. 19 എത്ര, 9 2 9 18, ശിഷ്ടം എത്ര, 1. നോക്കിയാൽ 9 കൊണ്ട് ഹരിക്കുമ്പോ ശിഷ്ടം 1. കറക്റ്റ് അല്ലേ? 9 കൊണ്ട് ഹരിക്കുമ്പോ ശിഷ്ടം 1. ഇനി ഇതേ 1279നെ നിങ്ങൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ശിഷ്ടം 3 ആയിരിക്കും. അതിന് 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം കിട്ടുന്നത് 5 ആയിരിക്കും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ നമ്പറിന്റെ കാര്യം വ്യക്തമായിട്ട് ഓർത്തു വെക്കുക. ഞാൻ പറയുന്ന വീഡിയോയിലെ പോയിന്റ് അത് നോട്ടായിട്ട് കുറിച്ചെടുക്കുക. ഓക്കെ, ശരി. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, പറഞ്ഞോണ്ട് ഇതെല്ലാം വായിക്കുമ്പോൾ സമയം എടുക്കും. ഞാൻ നീ നേരത്തെ പറഞ്ഞു. ഇത് വായിക്കാൻ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം പറയാം. ഓക്കെ ഓക്കെ. അടുത്ത ചോദ്യം അഞ്ചാമത്തത്. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 200 and 500 which are divisible by 3, 4, 6 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മലയാളത്തിൽ പറഞ്ഞാല് 200നും 500നും ഇടയിലെ 3, 4, 6 എന്നീ സംഖ്യകൾ കൊണ്ട് കൃത്യമായി ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട്?
3, 4, 6 കൊണ്ട് ഹരിക്കാൻ പറ്റണം ആ നമ്പറിന്. അത് എവിടെ ആയിരിക്കണം? 200-നും 500-നും ഇടയിലായിരിക്കണം. ഇവിടെയും LCM എന്ന ആശയമാണ് ഉപയോഗിക്കുന്നത്. അതെന്താന്ന് നോക്കാം. ഇവിടെ 3, 4, 6 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നോക്ക്, 3, 4, 6 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ 3, 4, 6ന്റെ LCM കണ്ടുപിടിക്കുക. LCM കണ്ടുപിടിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ട്. ഏറ്റവും വലിയ നമ്പറിനെ കാണുക 6. 6-ല് 3 പോവുമല്ലോ, അപ്പൊ 3നെ തടയാം. ഓക്കെ, 6-ല് 4 പോവോ? ഇല്ല. അപ്പൊ 6ന്റെ ഡബിൾ എടുക്കുക. അത് എത്ര വരിക? 12. 12-ല് 4 പോവോ? പോവും. അപ്പൊ ആൻസർ വരില്ലേ 12. ഇതാണ് ഏറ്റവും എളുപ്പമായി ചെറിയ ചെറിയ നമ്പർ വരുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള വഴി അതാണ്. ഇതിൽ തടയാൻ കഴിയുന്നത് തടയാം, ബാക്കിയുള്ള നമ്പറിന്റെ കാണാൻ ഇതിന്റെ ഡബിൾ എടുത്ത് പോവാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ LCM നമുക്ക് കിട്ടി 12, അല്ലെങ്കിൽ മറ്റേ രീതി കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇനി ചെയ്യേണ്ടത് 200-നും 500-നും ഇടയിലായിരിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ഇവിടെ LCM കണ്ടുപിടിച്ചത്? അതിന്റെ ഉത്തരം ഇതാണ്. LCM 12 എന്ന് പറഞ്ഞ അർത്ഥം 12-നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും, 12-നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റും, 12-നെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ 12 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയെ ഈ 3 നമ്പർ കൊണ്ടും ഹരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഓരോരാള് ഹരിക്കാൻ കഴിയുമോ നോക്കേണ്ട ആവശ്യം ഇല്ല. അതിനാണ് LCM കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ ഇവിടെ 12 കിട്ടി. അപ്പൊ ഇനി ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ട് 200-നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12 കൊണ്ട് 2-ല് പോകില്ല, 20-ല് 1, 12, 12, ബാക്കി 8 വരുമല്ലോ. 80-ല് 6, 12, 72, ബാക്കി 8. ഈ ബാക്കി 8ന്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് എത്ര കിട്ടി? 16 കിട്ടി. ഇനി 500 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 500-നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടാ? 5-ല് പോകില്ല, 50-ല് 12 എത്ര? 4, 12, 48, ബാക്കി 2. 20-ല് എത്ര? 12, 1, 12. റിമൈൻഡർ നോക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പൊ ഇവിടെ കിട്ടിയത് എത്ര? 16 കിട്ടി. ഇവിടെ കിട്ടിയത് എത്ര? 41 കിട്ടി ഹരണഫലം. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര എണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ നമ്പർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? 41-ൽ നിന്ന് 16 കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് 25 എണ്ണം. അപ്പൊ എത്ര സംഖ്യകൾ എന്ന് ചോദിച്ചാൽ നമ്പേഴ്സ് നമുക്ക് കിട്ടും. എത്ര നമ്പേഴ്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. 25 നമ്പേഴ്സ് ഉണ്ടാവും. 3, 4, 6 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത് 200-നും 500-നും ഇടയിൽ എത്ര ഉണ്ടാവും? ഈ 25 ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, അതെന്തിനാണ് സാർ 41-ന് 16 കുറച്ചത്? പ്രിയപ്പെട്ട കുട്ടികൾ അറിയാം, 200-നെ 12 കൊണ്ട് ഹരിക്കുമ്പോ 16 കിട്ടി എന്ന് പറഞ്ഞ അർത്ഥം 200-ൽ താഴെ, അതായത് 200-ൽ 8 ശിഷ്ടം. അപ്പൊ 192 വരെ 16 12കളുണ്ട്. 16 12കളുണ്ട് എന്നർത്ഥം. അതേമാതിരി 500-ന് 8യുടെ ശിഷ്ടമുണ്ട്, റിമൈൻഡർ ഉണ്ട്. അപ്പൊ 500-ന് 8 കുറച്ചാൽ 492 വരും. 500-ൽ താഴെ 41 12കളുണ്ട് എന്നർത്ഥം. 41 12കളുണ്ട്. അപ്പൊ എന്താ അർത്ഥം? 500-ൽ താഴെ 41 12കളുണ്ട്. 200-ൽ താഴെ എത്ര ഉണ്ട്? 16 എണ്ണം ഉണ്ട്. അപ്പൊ ഈ 41-ൽ നിന്ന് 200-ൽ താഴെയുള്ളത് കുറച്ചാല് ആ 200-ൽ മേലെയുള്ളത് നമുക്ക് കിട്ടും. അത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ എത്ര ഉണ്ടാവും? 25. 200-ൽ താഴെ 16, 200 മുതൽ 500 വരെ 25. നോക്കിക്കാൻ ഇങ്ങനെ എഴുതാം. 200-ൽ താഴെ എത്ര എണ്ണം കിട്ടിയത്? 200-ൽ താഴെ കിട്ടിയത് 16. പിന്നെയോ 500-ൽ താഴെ എത്ര കിട്ടിയത്? 500 താഴെ കിട്ടിയത് 41. ഞാൻ വെറുതെ മാത്സ് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ എത്ര കിട്ടും? 200-നും 200 ടു 500 എത്ര വരും? 16. 41 16 കുറച്ചാൽ 25 വരും. കറക്റ്റ് അല്ലേ? 200 താഴെ 16, 200 മുതൽ 500 വരെ 25. അപ്പൊ എത്ര കിട്ടും? 500 താഴെ എത്ര വരും? രണ്ടും കൂടെ കൂട്ടിയത് വരുമല്ലോ. അതുകൊണ്ടാണ് അതവിടെ കുറച്ചത്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ നിന്ന് LCMത്തിന്റെ ചെറിയതായിട്ടുള്ള ചില കണക്കുകളാണ് മനസ്സിലാക്കിയത്. അതിൽ തന്നെ തെറ്റിക്കാൻ സാധ്യതയുള്ള ചിലതുണ്ട്. അപ്പൊ അതിനെ ഓരോന്നും വ്യത്യസ്ത രീതിയിൽ തന്നെ മനസ്സിലാക്കി കണ്ടുപിടിക്കുക. അപ്പൊ കൃതികൾ വരുമ്പോ, പവർ വരുമ്പോ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്?
പിന്നെ ഫ്രാക്ഷന്റെ മോഡൽ വരുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, റിമൈൻഡർ ഒരു ശിഷ്ടം മാത്രം വന്നാൽ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, ഒന്നിലധികം ശിഷ്ടങ്ങൾ വരുമ്പോൾ റിമൈൻഡേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, ഒരു നമ്പറിനും മറ്റൊരു നമ്പറിനും ഇടയിൽ എത്ര നമ്പറുകൾ ഇന്നതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുണ്ട്. ഈ പറയുന്ന രീതിയിൽ 6 ചോദ്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. നമുക്ക് അടുത്ത ടോപ്പിക്കിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.